എന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എന്നാലും എന്റെ ആഗ്രഹം, ഞാൻ എന്റെ 10,000 ഇവിടെ തടിച്ചുകൂടിയ, ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ജനസഞ്ചയത്തോട് നിങ്ങളുടെ വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മനസ്സിന്റെ വേദന ഇവിടെ വെച്ചും പങ്കുവെക്കുന്നു. മുജാഹിദുകളെ തമ്മിൽ തല്ലരുത്, മുജാഹിദുകളെ പിരിയരുത്, മുജാഹിദുകളെ ബാപ്പയോടും ഉമ്മയോടും വെറുക്കരുത്, മുജാഹിദ് മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ വെറുക്കരുത്. നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടില്ല, നിങ്ങൾ വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. നിങ്ങൾ ആരും എന്നോട് സമ്മേളനത്തിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടല്ലാതെ പോലും ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ചത്. നിങ്ങളത് ഉൾക്കൊള്ളണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദഅവത്ത് ഏത് കാലഘട്ടത്തിലും പ്രയാസങ്ങളിലൂടെ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ആരും നമ്മെ പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല. പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങൾ ഒറ്റക്ക് പോരാടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ പോടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ പിരിച്ചുവിട്ട് നടുറോട്ടിലേക്ക് ഇബ്രാഹിം എന്ന ധീര മുജാഹിദിനെ, ആ ചെറുപ്പക്കാരനെ, ആ യുവാവിനെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കാകെ കൂടാനുള്ള ഒരു കേന്ദ്രം എന്റെ ഉപ്പയുടെ വീടാണ്. എനിക്കൊരു കേന്ദ്രമില്ല, എനിക്ക് കൂടിച്ചെല്ലാനൊരു സ്ഥാപനമില്ല, എനിക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാനൊരു വേദിയില്ല. ഞാൻ പെരുവഴിയിലായല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടില്ല. പെരുവഴിയിലല്ല മക്കളെ, പെരുവഴിയിലല്ല. ഞാൻ സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞ വാചകം ആവർത്തിക്കട്ടെ, അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ. അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. തളരരുത്, പതറരുത് മുജാഹിദുകളെ, തളരരുത് മുജാഹിദുകളെ, ദുഃഖിക്കരുത് മുജാഹിദുകളെ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പീഡിതരാവരുത്, നിങ്ങൾ പീഡിതരാണെന്ന് തോന്നരുത്, നിങ്ങൾക്ക് നിന്ദ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. വഅൻതുമുൽ അഅലൂൻ. നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളുടെ കൈകളിൽ 1000 സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്കൊരുപാട് അനുയായികൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്കൊരുപാട് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്കൊരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്കൊരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ് എന്നല്ല. ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ഈ പാരാവാരത്തിന്റെ സമീപത്ത് തടിച്ചുകൂടിയ 10,000 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ചിന്തയല്ലേ നിങ്ങൾക്കുമുള്ളത്? ഞങ്ങൾക്കും അതേ വേദനയല്ലേ ഉള്ളത്? നമ്മൾ പിരിയണോ? ശബ്ദിക്കോ മുജാഹിദുകളെ, നമ്മൾ പിരിയണോ? പിരിയണോ മുജാഹിദുകളെ? ഒരിക്കലും പിരിയരുത്, ആർക്കും വകവെച്ചു കൊടുക്കരുത്. ഈ ആദർശമാകുന്ന കൈത്തിരിയെ ആരെതിർത്താലും, അതേത് വലിയവൻ എതിർത്താലും ഞങ്ങളിത് ഉയർത്തപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും ഇതിനെ ഞങ്ങൾ നിലനിർത്തുമെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? നിങ്ങൾ തയ്യാറില്ലേ? നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ന് എനിക്ക് എന്റെ ഉമ്മപങ്കന്മാരോട് പറയാനുള്ളത്. ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല, ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. ഈ ആദർശം അതിന്റെ ശക്തമായ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇനിയും മുന്നോട്ട് പോകും. ശിർക്കുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ നിലക്കുള്ള ചർച്ചകൾക്ക് ഇനി വാതിലടക്കരുതെന്നാണ് ഇനിയും പറയാനുള്ളത്. പഠനങ്ങൾ നടക്കട്ടെ. നമ്മൾ എന്തിന് ഗൾഫിലെ പണ്ഡിതന്മാരെ ഭയപ്പെടണം? അവർ പറഞ്ഞത് മുഴുവൻ എണ്ണാക്കു തരാതെ വിഴുങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ഗൾഫ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നതിന് ആരോടാണ് അച്ചാരം വാങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ആരോടും അച്ചാരം വാങ്ങിയിട്ടില്ല. ഗൾഫിലുള്ള പല പണ്ഡിതന്മാരുമായും ഫോണിലും നേരിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ, അതെ, നമുക്കെല്ലാം പരിചയമുള്ള സൗദി അറേബ്യയിൽ ഇസ്ലാഹി സെന്ററുകളുടെ കോർഡിനേറ്റർ ആയിക്കൊണ്ട് ബഹുമാന്യനായ AP കൊല്ലങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള ബഹുമാന്യനായ വ്യക്തിത്വമല്ലേ ഈദാൻ എന്ന് പറയുന്ന ആ സൗദി അറേബ്യയിലുള്ള പ്രമുഖനായ വ്യക്തി. അദ്ദേഹം ആവശ്യപ്പെട്ടു